ഈ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അധികാരമില്ല, ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സോംബ ക്ലാസ് കൈകാര്യം ചെയ്തത് ഈ കുട്ടി. അയ്യോ, ഞാനൊരു പാവം, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. കഴിഞ്ഞ വർഷം പേരാമ്പ്രയിൽ നടത്തിയ ലഹരി വിരുദ്ധ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നു കീർത്തന. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവും. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വടകര MDMA കേസിൽ പിടിയിലായ മരുതോങ്കര സ്വദേശി കീർത്തന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന അധ്യാപിക. നഗരത്തിൽ സംസാര വിഷയം അവരല്ല ഇപ്പോൾ ഈ കോളനിയിലെ വിഷയം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കായികാധ്യാപിക MDMA കേസിൽ പിടിയിലായതിന്റെ ഞെട്ടലിൽ സഹപ്രവർത്തകർ. അധ്യാപികമാർ ലഹരി സംഘവുമായി ബന്ധപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കീർത്തന പിടിയിലായതിനു ശേഷവും കൂരാച്ചുണ്ട് സ്വദേശിയായ കാവ്യ ജോലിക്കെത്തി. അന്നേ കാവ്യയുടെ പെരുമാറ്റത്തിൽ സഹപ്രവർത്തകർക്ക് സംശയം തോന്നിയിരുന്നു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ. വടകരയിലെ MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. VP നിഷ്മയാണ് അറസ്റ്റിലായത്. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. കാവ്യയും ഈ കീർത്തനയും വലിയ സുഹൃത്തുക്കളാണ്. ഒന്നിച്ചാണ് യാത്ര. രണ്ടും പഴയ ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം. അവിടെ പലരും വന്നു പോകുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം അധ്യാപികമാർ എന്നതിനപ്പുറം മറ്റൊരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഞാനൊരു വ്യവസായം നടത്തുകയാണ്. വ്യവസായോ? അതെ, കുടിൽ വ്യവസായം. ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ ബൺമസ്ക അവിടെ കുടിൽ വ്യവസായത്തിന്റെ ലോണും കൂടി അപേക്ഷിക്കാൻ വയ്യ. അപ്പൊ നമ്മൾ സംശയിക്കുകയാണ് അത് ബൺമസ്ക മാത്രമാണോ വിറ്റെന്നുള്ളൊരു സംശയം ഉണ്ടാവുക. എന്താ ഇതിലിട്ടത്? ഇത് രുചി കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ്. രുചി കൂടാൻ വേണ്ടി ടേസ്റ്റ് അല്ല, സീക്രട്ട് ഞാൻ പറയില്ല. അതോടൊപ്പം ഇവരുടെ ഈ 2 അധ്യാപകർ ഗ്യാങ്ങിൽ വേറെയും ആളുകൾ ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. അല്ലേ സാറേ? അതെ അതെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.